ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ഇൻ സെർച്ച് ഓഫ് എ സീക്രട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ അഥവാ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ഭൂമിന്റെ അകത്തെ കാര്യങ്ങൾ പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ. ഇത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന, ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് സാറേ ഇത് എല്ലാവരും പറയുന്നു എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ട് സാർ അങ്ങനെ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല? അത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കോഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെല്ലാവരും റെഡി ആണല്ലോടാ? റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് ആക്ച്വലി റോക്ക് സൈക്കിളാണ്. ഇത് കാണുമ്പോഴേ നമുക്ക് ഭ്രാന്തി പിടിക്കൂലേ? ഈ റോക്ക് സൈക്കിൾ നമ്മൾ അവിടെ കാണുന്ന ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്ക്, അവിടെ നിന്നാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആരോ മാർക്കുകൾ എന്ത് ചെയ്യുന്നു കാണുന്നുണ്ട്. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ആഗ്നേയശില, അവസാദശില, കായന്തരികശില, ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് മാത്രമല്ല ഇവിടെ നിന്നുള്ള ആരോ മാർക്കുകൾ അങ്ങോട്ട് കാണുന്ന സമയത്ത് ഇതാണല്ലോ എക്സാമിന് ചോദിക്കുക. ഈ എക്സാമിന് ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങനെ എഴുതും, അത് എങ്ങനെ എഴുതും എന്നതിന് ഏറ്റവും നല്ല ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം നമുക്ക് ഇംഗ്ലീഷ് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പറയാം? മലയാളം പറയാം. മക്കൾ റെഡി ആണല്ലോടാ? ആദ്യം ഇംഗ്ലീഷിലെ കാര്യം പറഞ്ഞിട്ട് ഞാൻ മലയാളം പറയൂ കേട്ടോ. അവിടെ അതുകൊണ്ട് തന്നെ മലയാളം മീഡിയം മക്കൾ അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഇഗ്നീഷ്യസ് റോക്സ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട വാക്കാണ് മെൽറ്റ് അഥവാ ഉരുകിയിട്ട്. അഥവാ ഏത് റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, ഇഗ്നീഷ്യസ് റോക്ക് ആവൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി വെച്ചാൽ മതി മെൽറ്റ് ചെയ്തിട്ടാണ്. സെഡിമെന്ററി റോക്ക് എങ്ങനെയാണ് ഇഗ്നീഷ്യസ് റോക്സ് ആവാന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? മെൽറ്റ് ചെയ്തിട്ടാണ്. ഇത് ഏത് സെഡിമെന്ററി ആയിക്കോട്ടെ മെറ്റാമോർഫിക് ആയിക്കോട്ടെ അവ രണ്ടും തന്നെ മെൽറ്റ് ആയിട്ടാണ് ഏത് വരിക? ഇഗ്നീഷ്യസ് റോക്സ് വരിക. അപ്പൊ ഇഗ്നീഷ്യസ് റോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ആലോചിക്കുക? മെൽറ്റ് എന്ന് ആലോചിക്കുക. അതേസമയം സെഡിമെന്ററി റോക്കിനാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വാക്ക് ഏതാരോ? ഡിസ്ഇന്റഗ്രേറ്റ്സ് അഥവാ പൊടിയുന്നു എന്ന് പറയുന്ന, നമ്മൾ ഡിസ്ഇന്റഗ്രേറ്റഡ് ചെയ്യുക, പൊടിയുന്നു എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഇഗ്നീഷ്യസ് റോക്സ് എങ്ങനെയാ സെഡിമെന്ററി റോക്ക് ആവാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി വെക്കും? ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അവിടെ അപ്പൊ മെറ്റാമോർഫിക് റോക്ക് എങ്ങനെയാ സെഡിമെന്ററി റോക്ക് ആവുക? അതും എങ്ങനെ തന്നെയാ? ഡിസ്ഇന്റഗ്രേറ്റഡ്. അപ്പൊ സെഡിമെന്ററി റോക്ക് നമ്മൾ എന്ത് വാക്ക് ആലോചിക്കണം? ഡിസ്ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് ആലോചിക്കണം. അപ്പൊ മെറ്റാമോർഫിക് റോക്കിനാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? അതാണ് ഹൈ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. അപ്പൊ നമ്മുടെ സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക് ആവണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും വന്നാൽ മതി. അതുപോലെ ഇഗ്നീഷ്യസ് റോക്സ്, മെറ്റാമോർഫിക് റോക്ക് ആവണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുത്താൽ മതി. ഇതിന് മലയാളം വേണമല്ലോ. മലയാളം എന്താ പറഞ്ഞു തരാം. ആഗ്നേയശില ഉണ്ടാവണമെങ്കിൽ അതെന്താണ്? ഉരുകുന്നു. ഉരുകിയ ശേഷമാട്ടോ ഉണ്ടാവുക? ഉരുകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? കായന്തരികശില ആഗ്നേയശില ആവണമെങ്കിൽ ഉരുകണം. അവസാദശില ആഗ്നേയശില ആവണമെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം? ഉരുകണം. അതേസമയം അവസാദശിലയുടെ കാര്യമോ? അവിടെയാണെങ്കിൽ പൊടിയുന്നു. നമ്മൾ ആഗ്നേയശില പൊടിച്ചാൽ അവസാദശില കിട്ടും, കായന്തരികശില പൊടിച്ചാൽ അവസാദശില കിട്ടും. കിട്ടിയല്ലോ. കായന്തരികശിലത്തിലാണെങ്കിലോ ഉയർന്ന താപം, അതുപോലെ തന്നെ ഉയർന്ന മർദ്ദം, ഈ 3 പോയിന്റുകൾ ഓരോന്നിന്റെയും അടുത്തടുത്തുള്ള ആ പോയിന്റുകൾ മാത്രം എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഇതെന്റെ വാക്കാ. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ആഗ്നേയശിലയുടെ അവിടെ പഠിച്ചു വെക്കണ്ടേ? ഉരുകുന്നു മെൽറ്റ്, ഇഗ്നീഷ്യസ് റോക്സ് മെൽറ്റ് പഠിച്ചല്ലോ. അവസാദശില അഥവാ നമ്മൾ പറഞ്ഞ സെഡിമെന്ററി റോക്ക് ആണെങ്കിൽ ഡിസ്ഇന്റഗ്രേറ്റഡ്, പൊടിയുന്നു. അവസാദശിലയാണെങ്കിൽ പൊടിയുന്നു, ഡിസ്ഇന്റഗ്രേറ്റഡ് ആ. അതേസമയം കായന്തരികശില താപം അഥവാ ഉയർന്ന താപം, ഉയർന്ന മർദ്ദം, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടല്ലോ. ഇനി നമ്മൾ ഇതങ്ങോട്ട് ഫില്ല് ചെയ്യാൻ പോവാം. ആദ്യം തന്നെ ഇംഗ്ലീഷ് മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫില്ല് ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് മലയാളം മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരാം. നമ്മൾ ഇവിടെ പറഞ്ഞു നോക്കടാ, സെഡിമെന്ററി റോക്ക് ഇഗ്നീഷ്യസ് റോക്സ് ആവണം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ എന്താണ്? ഇഗ്നീഷ്യസ് റോക്സ് ആവണമെങ്കിൽ എന്ത് വാക്കാ എപ്പോഴും വേണ്ടത്? മെൽറ്റ് എന്നാണ് നമ്മൾ ഇതാ എഴുതി വെച്ചു. മെൽറ്റ് ആണെന്ന് എഴുതി വെച്ചു. അതേസമയം അടുത്ത വേറെ എന്തെങ്കിലും നോക്കാം. വേറെ ഏതെങ്കിലും നമുക്ക് ഇഗ്നീഷ്യസ് റോക്സ് ആവാനുണ്ടോ? വേറെ ഏതെങ്കിലും? ഇത് ഇഗ്നീഷ്യസ് റോക്സ് ആവാനല്ലേ. ഈ മെറ്റാമോർഫിക് എന്ന് പറഞ്ഞ വാക്കേ നമ്മൾ നോക്കുന്നില്ല. ഏത് നോക്കുന്നുള്ളൂ? അത് ഏറ്റവും അവസാനം എൻഡ് വരേണ്ടത് ഏതാണ്? ഇത് ഇഗ്നീഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും എഴുതി വെക്കുന്നു മെൽറ്റ് ആണ്. ഒന്നാമത്തെ കാര്യം തീരുമാനമായി. രണ്ടാമത്തത് സെഡിമെന്ററി റോക്ക് ആവണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഡിസ്ഇന്റഗ്രേറ്റഡ് ആവണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് ഏതെന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഇവിടെ നമ്മൾ ഇഗ്നീഷ്യസ് റോക്സ് എന്നാ വരുന്നത്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഏതാവുന്നു നോക്കിയാൽ മതി. സെഡിമെന്ററി റോക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി വെക്കുന്നു ഡിസ്ഇന്റഗ്രേറ്റഡ്
ഡിസ്ഇന്റഗ്രേറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു. വേറെ ഏതെങ്കിലും സെഡിമെന്ററി റോക്ക് ആവാനുണ്ടോ? ദാ ഇവിടെയും സെഡിമെന്ററി റോക്ക് ആവാനുണ്ട്, ദാ ഇവിടെയും സെഡിമെന്ററി റോക്ക് ആവാനുള്ളത്. അതുകൊണ്ട് ഇവിടെ എഴുതി വെക്കുന്നു ഡിസ്ഇന്റഗ്രേറ്റഡ് എന്ന് എഴുതി വെക്കുന്നു. ഏറ്റവും അവസാനത്തത് ഇനി മെറ്റാമോർഫിക് റോക്ക് ആണ്. മെറ്റാമോർഫിക് റോക്ക് ആവണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആണല്ലോ. ഹൈ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ. നമ്മൾ ഇവിടെ താഴെയും അത് തന്നെയാണ്, താഴെയും മെറ്റാമോർഫിക് ആണ് ആവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും എഴുതി വെക്കുന്നു ഹൈ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഹൈ പ്രഷർ. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ മലയാളം മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞോ. മലയാളം മീഡിയം മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോക്ക. ആഗ്നേയശില ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവസാദശില ആഗ്നേയശില ആവണമെങ്കിൽ ഉരുകുന്നു. അതുപോലെ തന്നെ കായന്തരിക ശില ആഗ്നേയശില ആവണമെങ്കിലും ഇവിടെയും എന്ത് തന്നെയായിരിക്കും അപ്പൊ ഉണ്ടാവുക? ഉരുകുന്നു എന്ന് തന്നെയാണ്. അതേസമയം അവസാദശിലയാവണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അവസാദശിലയാവണമെങ്കിൽ പൊടിഞ്ഞാലല്ലേ അവസാദശിലയാവുക. അപ്പൊ ഇവിടെ എഴുതി വെക്കുന്നു പൊടിഞ്ഞാൽ അവസാദശിലയാവും. അടുത്ത വേറെ ഏതെങ്കിലും അവസാദശില ആവാനുണ്ടോ? ഇവിടെ ആവാനുണ്ട്. ഈ ആരോമാർക്ക് ഇങ്ങോട്ടല്ലേ വന്നിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വീണ്ടും എഴുതി വെക്കുന്നു പൊടിയുന്നു. ഏറ്റവും അവസാനത്തെ പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏതാ പറഞ്ഞിട്ടുള്ളത്? കായന്തരിക ശിലയാവണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഉയർന്ന താപം അതുപോലെ തന്നെ ഉയർന്ന മർദ്ദം. ഇവിടെ നമ്മൾ എഴുതി വെക്കുന്നു ഉയർന്ന താപം ഉയർന്ന മർദ്ദം. കാര്യം മനസ്സിലായല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നമ്മൾക്ക് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് കത്തിയല്ലോ. ഇനി ഇത് നിങ്ങൾ മറന്നുപോലല്ലോ. ഈ പോയിന്റുകൾ, ഈ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾ ഇത് എഴുതൂലേ? അത് മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ ഞാനിത് ഏറ്റവും അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. നിങ്ങൾക്ക് ഒരു സെഡിമെന്ററി റോക്ക് മെറ്റാമോർഫിക് റോക്ക് ആക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു അവസാദശില കായന്തരിക ശില ആവണമെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കേണ്ടത്? അതിന്റെ ആൻസർ മക്കൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. സോ മക്കളെ, ഇതുപോലത്തെ വീഡിയോകൾക്കുമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ജോയിൻ ചെയ്യാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത അവരെല്ലാവരും വേഗം തന്നെ കയറി വരാം. നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് അവിടെ ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. സോ ടാറ്റാ ബൈ.